എല്ലാവർക്കും ടീന സ്വന്തം അടുക്കളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്, അത് ഇടിയപ്പം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിവിടെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ഇടുക. ആദ്യം തന്നെ നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ മാവ് അളന്ന് ഇടാൻ പോകുന്നത്. ഇനി ഈ വെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് അളവെടുത്തിരിക്കുന്ന പഞ്ചസാര. നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ എണ്ണ. ഇത് നമ്മൾ ചേർക്കുന്നത് നന്നായിട്ട് മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ. ഇതിലോട്ട് നമുക്കിനി അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡബിൾ ഹോർസിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആ പൊടി യൂസ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ ഒരു 4-4.5 കപ്പ് അരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചൂട് വെള്ളത്തിലോട്ടാണ് ഈ മാവ് ഇടുന്നത്. അപ്പോൾ ഓരോ കമ്പനി ടു കമ്പനി നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറയും ചെയ്യും. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം അതിലോട്ട് മാവിടുമ്പോൾ ആ വെള്ളത്തിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ മാവ് അളന്നിടാൻ. നമ്മൾ സ്പൂൺ കൊണ്ട് വേണം ഇത് നന്നായിട്ട് ഇളക്കി, പിന്നെ പൊടി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് അത് നമുക്ക് കയ്യിൽ പിടിച്ചാൽ ഒട്ടാത്ത രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു വെള്ളമൊക്കെ ഓൾമോസ്റ്റ് കവറപ്പായി. ഇനി കൈ കൊണ്ട് പിടിച്ച് കുഴയ്ക്കാൻ പറ്റുന്നൊരു പരുവം വരെ സ്പൂൺ കൊണ്ടുവന്ന്, അത് ചൂടൊന്ന് ആറി വരുന്നവരെ സ്പൂൺ കൊണ്ടുവന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 6 പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് അരിപ്പൊടിയുടെയും വെള്ളത്തിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. അടുത്തത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇടിയപ്പം മേക്കറാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. അതിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കണം, മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ മാവ് പെട്ടെന്ന് നമുക്ക് ഇടിയപ്പം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വേഗം വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ തൂത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ ത്രെഡ് ടൈപ്പാണ്, ചിലരുടെ അടുത്ത് മറ്റേ ഗൺ ടൈപ്പാണുള്ളത്. ഏതാണെങ്കിലും നമ്മൾ എണ്ണ തൂത്ത് കൊടുക്കുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ വേഗം അത് നമ്മൾ പീച്ചുമ്പോൾ വരാനും വേണ്ടിയിട്ടാണ്, മാവ് പെട്ടെന്ന് ഈസിലി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തൂത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ മാവ് ഒരുപാട് പ്രസ് ചെയ്ത് വെക്കാൻ പാടില്ല. അതിലെത്രത്തോളം കൊള്ളുന്നു അത്രത്തോളം, അതായത് ഒരുപാട് അമുക്കി നമ്മൾ മാവ് ഇങ്ങനെ കുത്തി നിറയ്ക്കാൻ ട്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കിത് പീച്ചാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ അതിലെത്ര കൊള്ളുന്നു അത്രമാത്രം നമ്മൾ അതിൽ കൊള്ളിച്ചാൽ മതി. നമ്മൾ മാവ് നിറച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ ആവി കയറ്റാൻ പോകുന്ന പ്ലേറ്റിലോ നമുക്കിതൊന്ന് പീച്ചി കുറച്ച് ചെറിയ തേങ്ങ നമുക്കിതിൻ്റെ പുറത്തോട്ട് വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവി പാത്രത്തിനകത്ത് വെച്ച് നമുക്കിത് ആവി കയറ്റി ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ നമുക്കിത് ആവി കയറ്റാം. ചൂടുവെള്ളത്തിൽ കുഴച്ചത് കൊണ്ട് തന്നെ ഓൾറെഡി ഒരു ഹാഫ് കുക്ക്ഡ് ആയിരിക്കും. ഇനി ബാക്കി ടൈം ഒരു 5 to 7 മിനിറ്റ്സ് മതി ഇത് സ്റ്റീം ചെയ്തിട്ട് നമുക്ക് ഇടിയപ്പം റെഡിയാക്കാം. എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. അപ്പം നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട്, നല്ല ടിപ്സും ട്രിക്സും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇടിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിപ്പം ഇത് കഴിക്കാൻ പോകുന്നത് നല്ല തേങ്ങാപ്പാലിൻ്റെ കൂടെ പഞ്ചസാര ചേർത്തിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എഗ് റോസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റോ ഇറച്ചി റോസ്റ്റോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം.
അപ്പം ഡു ട്രൈ ദിസ് റെസിപ്പി വിത്ത് ദ ടിപ്സ് ദറ്റ് ഐവ് ഷെയർഡ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ടീന സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.